അസ്സുഹത്തു വനമത്തുൽ ഹയാത്തി, ആരോഗ്യവും ജീവിതശൈലിയും. അസ്സുഹത്തു നിഅമത്തും മിൻ നിഅമില്ലാഹി തബാറക വതആല, ആരോഗ്യം എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ്. വഹിയ ഹാലത്ത് തകാമുലി സലാമത്തിൽ ജസദിയത്തി വൻ നഫ്സിയത്തി വൽ ഇജ്തിമായത്തി, അത് സാമൂഹികവും മാനസികവും ശാരീരികവുമായ പൂർണ്ണമായ സമാധാനം ലഭിക്കലാണ്. അതാണ് ആരോഗ്യം. അൽ ജസദിയ ശാരീരികമായ, നഫ്സിയ മാനസികമായ, അൽ ഇജ്തിമായ സാമൂഹികമായ. ലാ മുജറദുൽ ഖുലുവി മിനൽ മറലി അവൽ അജ്സി, രോഗങ്ങളിൽ നിന്നും മുക്തമാവുക എന്നത് മാത്രമല്ല ആരോഗ്യം എന്നത്. പിന്നെ ഈ സാമൂഹിക, മാനസിക, ശാരീരികമായ സമാധാനം മനുഷ്യന് ലഭിക്കൽ കൂടിയാണ്. വെറും രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ഇതൊക്കെ കൂടെ രോഗമില്ലാത്ത, പ്രയാസകരമില്ലാത്ത, സന്തോഷകരമായ ഒരവസ്ഥ വേണം. എന്നാലാണ് ഒരു മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ലൈസത്ത് ഹിമായത്തു സിഹത്തി മസ്ഊലിയത്തൻ ഷഖ്സിയത്തൻ ഫഖത്ത്, ആരോഗ്യ സംരക്ഷണം എന്നത് കേവലം ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തം മാത്രമല്ല. ബൽ യംബഗി അൻ തകൂന ജുഹദൻ ജമാഇയൻ, മറിച്ച് അത് ഒരു സാമൂഹികമായ ഒരു പരിശ്രമമായിരിക്കണം. അൽ അഫ്രാദ് വൽ ഉസ്റ വൽ മുജ്തമ, അതിൽ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു കൂട്ടായ പരിശ്രമമായിരിക്കണം. ഹത്താ നസ്തതിഅ അൻ നഖൂമ ബിദൗരിന അൽ ഇജ്തിമായി വൽ ഇൻസാനി ഖൈറ ഖിയാമിൻ, അങ്ങനെ നമുക്ക് നമ്മുടെ പങ്ക് നല്ല രൂപത്തിൽ വഹിക്കാൻ കഴിയണം. ഏത് പങ്ക്? സാമൂഹികവും മാനുഷികവുമായ നമ്മുടെ പങ്ക് നല്ല രൂപത്തിൽ വഹിക്കാൻ കഴിയണം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി. വലാ ശക്ക, സംശയമില്ല, ഇന്ന തഗയ്യുറാത്തിൽ മുദ്ഹിലത ഫീ നമത്തിൽ ഹയാത്തി ബിസബബി തതവ്വുറാത്തി സിനാഇയത്തി വൽ ഇസ്തിഹ്ലാഖിയത്തി വൽ ഉലമത്തി വഗൈരിഹ അദ്ദത് ഇലാ കസീരി മിനൽ അംറാദ്. ഒരു സംശയവുമില്ല. പിന്നെ എന്ത് കാര്യത്തിലാണ് സംശയമില്ലാത്തത്? ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണം, അതേപോലെ ഉപഭോഗൃത് വ്യാവസായിക പുരോഗതികൾ, ഇതിൻ്റെയൊക്കെ കാരണമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഭയാനകമായ മാറ്റങ്ങൾ, മനുഷ്യൻ്റെ ജീവിത ശൈലിയിലുണ്ടാകുന്ന ഭയാനകമായ മാറ്റങ്ങൾ മനുഷ്യനെ ധാരാളം രോഗങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ലാശക്ക, സംശയമില്ല. എന്നെ തഗയ്യുറാത്തിൽ മുദ്ഹില, ഭയാനകമായ മാറ്റങ്ങൾ, ഫീ നമത്തുൽ ഹയാത്തി, ജീവിതത്തിലുണ്ടായ, ബിസബബി, കാരണത്താൽ, എന്ത് കാരണത്താൽ? അത്തതവ്വുറാത്തി സിനാഇയത്തി വൽ ഇസ്തിഹ്ലാഖിയത്തി, സിനാഇയ മീൻസ് വ്യാവസായിക, അതേപോലെ ഇസ്തിഹ്ലാഖിയ ഉപഭോഗൃത് വികസനങ്ങളാൽ, പുരോഗതികളാൽ, വൽ ഉലമ, ആഗോളവൽക്കരണം കാരണത്താൽ, വൈരിഹ, അതേപോലുള്ള കാരണങ്ങളാൽ ഉണ്ടായ മാറ്റങ്ങൾ, അദ്ദത്, കൊണ്ടെത്തിച്ചു, നയിച്ചു, ഇലാ കസീരി മിനൽ അംറാദ്, ധാരാളം രോഗങ്ങളിലേക്ക് നയിച്ചു എന്ന കാര്യത്തിൽ ലാശക്ക, സംശയമില്ല. ഏതൊക്കെ രോഗങ്ങളിലേക്കാണ് ഇവ നയിച്ചത്? മിസ്ല സുക്കരി, ഷുഗർ പോലെ, വർത്തിഫായ ദമി, പ്രഷർ, വസിയാദത്തിൽ കൊളസ്ട്രോളിൻ്റെ അധികരിക്കൽ, വൈരിഹ, അതേപോലുള്ള ജീവിതശൈലി രോഗങ്ങൾ ധാരാളം മനുഷ്യനുണ്ടാകാൻ തുടങ്ങി. ഫഅലൈന, അതുകൊണ്ട് നമ്മുടെ മേൽ നിർബന്ധമാണ്, അൻ നൽതസിമ, നമ്മൾ ശ്രദ്ധിക്കൽ, തനാവുലൽ ഗിദാഇ, ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് കഴിക്കൽ? തനാവുലൽ ഗിദാഇ സ്വഹിയ്യി, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അതേപോലെ മുമാറസത്ത് റിയാദത്തിൽ ബദനിയത്തി, വ്യായാമം ചെയ്യലും, തർക്കിസ്തിഖ്ദാമിൽ ഹുമൂരി വൽ മുഖദ്ദറാത്ത്, മയക്കുമരുന്ന്, മദ്യം പോലുള്ളവയൊക്കെ ഒഴിവാക്കലും നമ്മുടെ മേൽ നിർബന്ധമാണ്. അൽ ഗിദാഉ സ്വഹിയ്യി, ആരോഗ്യകരമായ ഭക്ഷണം. അൽ ഗിദാഉ സ്വഹിയ്യു ഹിയൽ മഅകൂലാത്തു വൽ മശ്റൂബാത്തു, അത് ഭക്ഷണ പാനീയങ്ങളാണ്. എന്ത്? ആരോഗ്യകരമായ ഭക്ഷണം എന്നത്. അല്ലത്തി തുസവ്വിദു ബികമ്മിയത്തിൻ കാഫിയത്തിൻ, ആവശ്യമായ അളവ് ലഭ്യമാക്കുന്ന ഭക്ഷണപാനീയങ്ങൾ. എന്തിൻ്റെ ആവശ്യമായ അളവ്? മിനൽ കാർബോഹൈഡ്രേറ്റ്, ആവശ്യമായ കാർബോഹൈഡ്രേറ്റ്, വദ്ദുഹൂന്, കൊഴുപ്പ്, വൽ പ്രോട്ടീൻസ്, വൽ വിറ്റാമിൻസ്, വൽ മആദിൻ, ധാതുക്കൾ പോലുള്ളവയൊക്കെ ആവശ്യത്തിന് ലഭ്യമാക്കുന്ന ഭക്ഷണപാനീയങ്ങൾ കഴിക്കലാണ് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കൽ. വമിനന്നാസ്, ജനങ്ങളിൽ ഉണ്ട്, മൻ ലാ യംലികു നഫ്സഹു ഇൻദ ത്വആമി വശറാബി, ഭക്ഷണപാനീയത്തിന്റെ അവസരത്തിൽ സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവർ നമ്മുടെ ഇടയിലുണ്ട്, അല്ലേ? ഭക്ഷണം കിട്ടിയാൽ ഒന്നും നോക്കാതെ വലിച്ച് കയറ്റുന്നവർ ഒരുപാടുണ്ട്. വമൻ യഅ്തമിദു അലൽ വജബാത്തി സരിയത്തി അൽ മുതളമ്മിനത്തി കമ്മിയത്തൻ സായിദത്തൻ മിന സുക്കരിയാത്തി വൽ അംലാഹി വദ്ദുഹനിയാത്തി വൻ നശവിയാത്തി യതഅറദു ലികസീരി മിൻ അംറാദി നമത്തിൽ ഹയാത്ത്. നശവിയാത്ത്,
അന്നജം കാർബോഹൈഡ്രേറ്റ്, വദുഹനിയാത്ത് കൊഴുപ്പ്, വലംലാഹ് ഉപ്പ്, വസുക്കരിയാത്ത് പഞ്ചസാര പോലുള്ളവ ആവശ്യത്തിലധികം അമിതമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ധാരാളമായി കഴിക്കുന്നവൻ ധാരാളം രോഗങ്ങൾക്ക് വിധേയമാകും. വമയ്യഅ്തമിദു അവലംബിക്കുന്നവൻ അലൽ വജബാത്തി ശരീഅത്തി ഫാസ്റ്റ് ഫുഡിനെ അവലംബിക്കുന്നവൻ അൽ മുതളമ്മിനത്തി കമിയത്ത് സായിദത്ത് മിന സുക്കരിയത്ത് വലംലാഹി വദ്ദുഹനിയത്ത് വന്നശ്വയത്ത് ഇതൊക്കെ കൂടുതലായിട്ട് കമിയത്തൻ സായിദത്തൻ ആ അളവിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഈ ഫാസ്റ്റ് ഫുഡ് അവലംബിക്കുന്നവൻ യതഅറളു അവൻ വിധേയനാകും ലി കസീരിൻ മിൻ അമ്രാദി നമത്തുൽ ഹയാത്ത് ധാരാളം ജീവിതശൈലി രോഗങ്ങൾക്ക്. അമ്രാദു നമത്തുൽ ഹയാത്ത് മീൻസ് ജീവിതശൈലി രോഗങ്ങൾ. വലാ ശക്ക സംശയമില്ല അന്ന ഹാദിഹിൽ അഗ്ദിയത ഗൈറു സലീമത്തിൻ വഗൈറു സഹിയത്തിൻ ഈ ഭക്ഷണങ്ങൾ ഈ ഫാസ്റ്റ് ഫുഡ് ആരോഗ്യകരമല്ലാത്തതാണ്, സുരക്ഷിതമല്ലാത്തതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അലിയാഖത്തുൽ ബദനിയ ഫിസിക്കൽ ഫിറ്റ്നസ്, വലി മുമാറസത്ത് റിയാദത്തിൽ ബദനിയത്തി ശാരീരിക വ്യായാമത്തിനുണ്ട് ദൗറുൻ മുഹിമ്മൻ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് ഫി റിആയത്തി സുഹത്തിൽ ഫർദി ഒരു വ്യക്തിയുടെ ആരോഗ്യ സംരക്ഷണത്തിൽ. അൽ മഷി വൽ ജറിയു നടത്തവും ഓട്ടവും, വസിബാഹത്തു നീന്തൽ, വറുക്കൂബു ദറാജ സൈക്കിളോടിക്കൽ, വക്കൻസുൽ മൻസിൽ വീട് അടിച്ചുവാരൽ, വൽ ഖിയാമു ബി തർലീഫിൽ ബിയത്തി പരിസ്ഥിതി വൃത്തിയാക്കൽ, വസിറാത്ത് കൃഷി ഇതൊക്കെ തുറുക്കുൻ സഹലത്തുൻ സിമ്പിളായ മാർഗങ്ങളാണ്. ലിൽ ഹിഫാദി അല സിഹ ആരോഗ്യം സംരക്ഷിക്കാനുള്ള എളുപ്പമായ മാർഗങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇതൊക്കെ ചെയ്യുക നാളെ മുതൽ എല്ലാവരും. ഇസ്തിഖ്ദാമുൽ ഹുമൂരി വൽ മുഖദ്ദിറാത്ത് മുഖദ്ദിറാത്ത് മയക്കുമരുന്ന് നാർക്കോട്ടിക്സ്, അൽ ഹുമൂർ മദ്യം ഇതൊക്കെ ഉപയോഗിക്കൽ. അൽ മുഖദ്ദിറാത്തു അദുവുൽ ഇൻസാനി വൽ ഇൻസാനിയത്തി നാർക്കോട്ടിക്സ് മനുഷ്യന്റെയും മനുഷ്യത്വത്തിന്റെയും മനുഷ്യകുലത്തിന്റെയും ശത്രുവാണ്. വസ്തിഖ്ദാമുഹ അത് ഉപയോഗിക്കൽ മുളിറുൻ ലിൽ ജിസ്മി വൽ അഖ്ലി മാൻ ബുദ്ധിക്കും ശരീരത്തിനും ഒരുമിച്ച് ഉപദ്രവം ചെയ്യുന്നതാണ്. ഒരുപോലെ ഉപദ്രവമാണ് ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും എല്ലാത്തിനും. വഹിയത്തു അദ്ദിയില ദുഹൂലി അത് ദുഹൂലിലേക്ക് നയിക്കുന്നു. ദുഹൂലി മീൻസ് പരിഭ്രാന്തി, വൽ കലക്ക് അസ്വസ്ഥത, ഉത്കണ്ഠ, വൽ ഗൈബുബത്ത് കോമ വഗൈരിഹ ഇങ്ങനെയുള്ള പലവിധ ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു ഇതിന്റെ ഉപയോഗം. വയ്യമൂത്തു ആലാഫു മിനന്നാസി ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് യോമൻ ഫയോമൻ ദിനേന ബിൽ ഇദ്മാനി അലൽ മുഖദ്ദിറാത്തി വല്ലിദ്ആനി അലഹ മുഖദ്ദിറാത്തിന് നാർക്കോട്ടിക്സിന് അടിമപ്പെട്ടതുകൊണ്ട് ദിനേന ആയിരക്കണക്കിന് പേരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫവാജിബുൻ അല കുല്ലി ഫർദിൻ അതുകൊണ്ട് ഓരോ വ്യക്തിക്കും നിർബന്ധമാണ് അത്തബാഉദു അൻ ഇസ്തിഖ്ദാമിസ് അൽ മുസ്കിറാത്തി ബിക്കുല്ലി അൻവാഹിയ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസിൽ നിന്നും എല്ലാ ഇനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കൽ, അകന്ന് നിൽക്കൽ ഓരോ വ്യക്തിക്കും നിർബന്ധമാണ്. ലഹരി എന്തിലൊക്കെ ഉണ്ടോ അതിനോടൊന്നും നമ്മൾ അടുത്തു പോകരുത്. യജിബു അൻ യകൂന തആമുക നിന്റെ ഭക്ഷണം ആകൽ നിർബന്ധമാണ്. എന്താകൽ ഹലാലൻ ഹലാലാകൽ നിർബന്ധമാണ് അല്ലേ, ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. തൊയ്യിബൻ നല്ലതായിരിക്കണം, ഷഹിയൻ രുചികരമായിരിക്കണം. രുചിയില്ലാത്ത ഭക്ഷണം കഴിക്കണോ? വേണ്ട. നമ്മൾ ദിനേന കഴിക്കുന്ന ഭക്ഷണം പോലും രുചികരമായ ഭക്ഷണമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് മനസ്സിനും ശരീരത്തിനും സംതൃപ്തിയോടെ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഖസ്ദൻ എന്ന് പറഞ്ഞാൽ പിന്നെ ശ്രദ്ധയോടെ കഴിക്കണം, മീൻസ് ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം ഭക്ഷണങ്ങൾ. അൽ ജുംലത്തു ജുംല എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റൻസ് എന്ന് പറഞ്ഞാൽ തർക്കീബുൽ കലിമാത്തി വാക്കുകളെ കൂട്ടി യോജിപ്പിച്ചതാണ് ജുംല. ഹൈസു തുഫീദ് ഫായിദത്തുൻ താമത്തൻ പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന തരത്തിൽ വാക്കുകളെ യോജിപ്പിക്കുന്നതിനാണ് ജുംല എന്ന് പറയുന്നത്, സെന്റൻസ് എന്ന് പറയുന്നത്. സെന്റൻസ് ജുംല രണ്ട് വിധമുണ്ട്, ജുംല ഇസ്മിയ, ജുംല ഫേലിയ. ഇസ്മിയ എന്ന് പറഞ്ഞാൽ മുബ്തദയും ഖബറുമുള്ള ജുംലയ്ക്കാണ് ജുംല ഇസ്മിയ എന്ന് പറയുക. എളുപ്പത്തിൽ മനസ്സിലാകാൻ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംല എന്ന് പറഞ്ഞാൽ മതി. ജുംല ഫേലിയ എന്ന് പറഞ്ഞാലോ ഫേലും ഫായിലുമുള്ള ജുംല, ഫേൽ കൊണ്ട് തുടങ്ങുന്ന ജുംല. ജുംല ഇസ്മിയയുടെ ഉദാഹരണം മുഹമ്മദുൻ ദാരിസുൻ മുഹമ്മദ് ഒരു വിദ്യാർത്ഥിയാണ്. അൽ മദ്രസത്തു വാസിയത്തുൻ സ്കൂൾ വിശാലമായതാണ്. ഇനി ഫേലും ഫായിലും കൊണ്ട് തുടങ്ങുന്ന ജുംല ഫേലിയ ദറസ മുഹമ്മദുൻ മുഹമ്മദ് പഠിച്ചു. അല്ലബു ഫി ഫിനായിൽ മദ്രസ മുറ്റത്ത് ഞാൻ കളിക്കുന്നു. അപ്പോൾ ഫേൽ കൊണ്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത്. മേലുള്ളത് ഇസ്മു കൊണ്ടും തുടങ്ങിയിരിക്കുന്നു. അൽ അൻഷിത്ത നഖറ തസ്രീഹാത്തിലാത്തിയ വനുമയ്യിസു മിൻഹാ അൽ ആദാത്ത് സിഹിയ താഴെയുള്ള തസ്രീഹാത്ത് സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചിട്ട് ആദാത്തു സിഹിയ ആരോഗ്യകരമായ ശീലങ്ങളും വഗൈറ സിഹിയ ആരോഗ്യകരമല്ലാത്ത അനാരോഗ്യകരമായ ശീലങ്ങളും കണ്ടെത്താം.
വനുഇദ്ദു മിൻഹ ഫിക്രത്തൻ വജീദത്തൻ. എന്നിട്ട് അതിനെ കൊണ്ടൊരു ചെറിയൊരു പാരഗ്രാഫ് ഉണ്ടാക്കാം. സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്? അൽ ഇഹ്തിമാമു ബിത്തഗ്ദിയത്തി സലീമത്തി അൽ മുത്തളമ്മിനത്തിൽ പ്രോട്ടീനാത്തി വൽ വിറ്റാമിനാത്ത്. വിറ്റാമിൻസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയ സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൽ, ഭക്ഷണം കഴിക്കൽ, അത് ആരോഗ്യകരമായ ശീലമാണ് അല്ലേ. അല്ലാതെ സഹിയത്തിൽപ്പെട്ടതാണ്. തനാവുലുൽ അസ്മാക്കി വൽ ലഹൂമിൽ ഫാസിദത്തി വൽ ഖുളറിൽ മസ്മൂമത്തി. വിഷമുള്ള പച്ചക്കറികളും കേടുവന്ന ഇറച്ചിയും മീനും കഴിക്കൽ, അത് ഗൈറു സഹിയാണ്. അൽ മുദാവമത്തു അല മുമാറസത്തിൽ നശാത്തോത്തിൽ ബദനിയ. സ്ഥിരമായി എക്സസൈസ് ചെയ്യൽ, വ്യായാമം ചെയ്യൽ, അതും എന്താണ്? സഹിയാണ് അല്ലേ. അൽ മുഹാഫലാത്തു അല നലാഫത്തിൽ ജിസ്മി വൽ ബിയത്തി. ശരീരവും പരിസ്ഥിതിയും സംരക്ഷിക്കൽ, അതും സഹിയാണ്. തനാവലു കമ്മിയത്തിൻ കാഫിയത്തിൻ മിനൽ ഫവാക്കിഹി വൽ ഖുദറാവാത്തി ഫിൽ വജബാത്തിൽ യൗമിയ. ദൈനംദിന ഭക്ഷണത്തിൽ ആവശ്യത്തിന് അളവ് പച്ചക്കറിയും ഫ്രൂട്ടും ഒക്കെ ഉൾപ്പെടുത്തൽ, അതും ആരോഗ്യകരമായ ശീലമാണ്. മുസാഹബത്തുൽ മുദഖിനീന വഅസ്ഹാബിൽ ആദാത്തി സയ്യത്തി. മോശമായ ശീലമുള്ളവരോടും പുകവലിക്കുന്നവരോടും കൂട്ടുകൂടൽ, അത് ഗൈറു സഹിയാണ്. ഖലാ വക്തിൻ തൊവീലിൻ അമാമ ശാശാത്തിൽ അജ്ഹിസത്തിൽ ഇലക്ട്രോണിയ. ഇലക്ട്രോണിക് സ്ക്രീനുകൾ, ശാശാത്ത് മീൻസ് സ്ക്രീൻസ്, സ്ക്രീനുകൾക്ക് മുമ്പിൽ അമിതമായ സമയം ചെലവഴിക്കൽ, മൊബൈലൊക്കെ പോലുള്ള കമ്പ്യൂട്ടർ, TV, അതൊക്കെ എന്താണ്? ആദാത്തിന് ഗൈറു സഹിയാണ്. അൽ-ഇക്സാർ മിൻ തനാവുലി അൻവാഇ ത്വആമി വശറാബിൽ ഗനിയത്തി ബിസ്സുക്രിയത്തി വൽ അംലാഹി. ധാരാളം ഉപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കൽ, അതും ഗൈറു സഹിയ ആണ്. ഇനി ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു പാരഗ്രാഫ് ആക്കിയാൽ മതി. യജിബു അലൈന അൻ നഅ്തനിയ ബിസ്സുഹ്ഹതിന ജീദൻ. നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ഇഹ്തമ്മ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുക, ബിത്തഗ്ദിയത്തി സലീമത്തി സുരക്ഷിതമായ ഭക്ഷണത്തിന്. വതനാവൽ കമ്മിയത്തൻ കാഫിയത്തൻ ആവശ്യമായ അളവ് കഴിക്കുക, തനാവൽ കഴിക്കുക, മിനൽ ഫവാക്കിഹി ഫ്രൂട്ടുകളും വൽ ഹദ്റാഫത്തി പച്ചക്കറികളും, യോമിയൻ ദിനേന ആവശ്യമായ പച്ചക്കറികളും ഫ്രൂട്ടുകളും ഒക്കെ കഴിക്കണം. വദാവിം അല മുമാറസത്തിൻ നശാത്തത്തിൽ ബദനിയ വ്യായാമം സ്ഥിരമായി ചെയ്യുക. വഹാഫിൽ അല നലാഫത്ത് ജിസ്മിക വൽ ബിയത്തി ഹൗലക നിനക്ക് ചുറ്റുമുള്ള പരിസ്ഥിതിയുടെയും നിന്റെ ശരീരത്തിൻ്റെയും വൃത്തി നീ സൂക്ഷിക്കുക, എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക. ഇഹ്ദർ മിൻ തനാവുലിൽ അസ്മാക്കി വൽ ലഹൂമിൽ ഫാസിദ മോശമായ കേടുവന്ന മത്സ്യം ഇറച്ചിയൊന്നും കഴിക്കരുത്. വബ്തഇദ് അൻ മുസാഹബത്തിൽ മുദഖിനീന വഅസ്ഹാബിൽ ആദാത്തി സയ്യ മോശമായ ശീലമുള്ളവരിൽ നിന്നും പുകവലിക്കുന്നവരിൽ നിന്നും അകന്നു നിൽക്കുക. ലാ തുഫ്രിത്ത് ഫിൽ ജുലൂസി അമാമ ശാശാത്തിൽ അജ്ഹിസത്തിൽ ഇലക്ട്രോണിയ ധാരാളം നേരം ഇലക്ട്രോണിക് സ്ക്രീനുകൾക്ക് മുമ്പിൽ ഇരിക്കരുത്. വലാ തുക്സിർ മിനൽ അത്വമത്തി വൽ മശ്റൂബത്തിൽ ഗനിയത്തി ബിസ്സുക്രിയത്തി വൽ അംലാഹി ധാരാളം ഉപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കരുത്. ഓക്കെ, ഈ സാധനങ്ങൾ ഈ തസ്രീഹാത്ത് തന്നെ ഒരു പാരഗ്രാഫാക്കി മാറ്റിയതാണ്. ഇനി ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, ലുലാഹിൽ വസ്ഫത്ത് ദബ്ഖ്. ഒരു പാചകക്കുറിപ്പ് നമുക്ക് നോക്കാം. താഴെയുള്ള ലിത്തബഖിൻ റഈസീൻ പ്രധാനപ്പെട്ട ഒരു വിഭവത്തിന് വേണ്ടിയുള്ള ഒരു പാചകക്കുറിപ്പാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് പറയാൻ പോകുന്നത്. എന്താണ് ഈ ഭക്ഷണത്തിന്റെ പേര്? സമക്കുൻ ബി ത്വാമി വൽ ഫുലൈഫില. ക്യാപ്സിക്കവും ടൊമാറ്റം, സമക്കുൻ ബി ടൊമാറ്റം അല്ലേ, തക്കാളിയും, ടൊമാറ്റോ തക്കാളി അല്ലേ, തക്കാളിയും കൊണ്ടുള്ള മീൻ. മുദ്ദത്തു തഹി പാകം ചെയ്യാൻ എടുക്കുന്ന സമയം 20 ദഖീഖ 20 മിനിറ്റാണ്. മുദ്ദത്തു തഹ്ലീർ ഇത് തയ്യാറാക്കാനുള്ള സമയം 15 ദഖീഖത്തൻ 15 മിനിറ്റാണ്. 15 മിനിറ്റ് വേണം തയ്യാറാക്കിയെടുക്കാൻ. അടുപ്പത്ത് വെച്ച് റെഡിയായി വരാൻ 20 മിനിറ്റ് വേണം. ഓക്കെ, എന്താണ് സംഗതി എന്ന് നോക്കാം. അൽ മക്കാദീർ ചേരുവകൾ എന്തൊക്കെ ഇതിൽ ചേർക്കേണ്ടത്? സമകത്ത് മീൻ വേണം, കിലോഗ്രാം വാഹിദ് 1 കിലോ മീൻ. ഫുലൈഫില ക്യാപ്സിക്കം, ഹബ്ബത്തുൻ മുഖത്താത്തുൻ ഇല ദവാഇർ കഷ്ണങ്ങളാക്കി മുറിച്ച 1 ക്യാപ്സിക്കം. പിന്നെ ടൊമാറ്റിൻ ഹബ്ബത്താനി മുഖത്താത്തുൻ ഇല ദവാഇർ കഷ്ണങ്ങളാക്കി മുറിച്ച 2 തക്കാളികൾ. മഅജൂന് ടൊമാറ്റിൻ ടൊമാറ്റോ സോസ് വേണം കുറച്ച്, 1 മില്ലക്കത്ത് 1 സ്പൂൺ. കമൂന് ജീരകം, മില്ലക്കത്തുൻ സഗീറത്തുൻ 1 ചെറിയ സ്പൂൺ. സൂമുൻ വെളുത്തുള്ളി. സലാസത്തു ഫുസൂസിൻ മഹറൂസത്തിൻ ചതച്ചരച്ച 3 അല്ലി വെളുത്തുള്ളി. കുർക്കും മഞ്ഞൾ, മില്ലക്കത്തുൻ സഗീറ ചെറിയ സ്പൂൺ മതി. ബക്ദൂനാസ് എന്ന് പറഞ്ഞാൽ മറ്റേ മല്ലിയില. മില്ലക്കത്തുൻ മഫ്റൂമൻ അരിഞ്ഞിട്ടത് 1 സ്പൂൺ. സൈത്തു ജൗസുൽ ഹിന്ദ് വെളിച്ചെണ്ണ, മില്ലക്കത്താനി 2 സ്പൂൺ. അസീറു ലൈമൂന ചെറുനാരങ്ങ നീര്, കൂബൻ വാഹിദ 1 കപ്പ്. മിൽഹും വ ഫുൽഫുലുൻ അസ്വദ് ഉപ്പും കുരുമുളകും ഹസബൽ ഹാജ ആവശ്യത്തിന്. ഇതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം.
ത്വരീഖത്തു തഹ്ലീർ ഉണ്ടാക്കേണ്ട വിധം. സൈത്ത ജോസിൽ ഹിന്ദി ഫി ത്വഞ്ചറ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ടോ അലിഫ് ഇലൈഹി സൂമൽ മഹ്റൂസ ചതച്ചരച്ച ആ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർക്കുക. അലിഫ് ചേർക്കുക. വത്രുക്കുഹു അലൻ നാരി എന്നിട്ട് തീയിൽ വെക്കുക. മീൻസ് അടുപ്പിൽ വെച്ചാൽ മതി, തീയിലിടണ്ട. ലിക്കൈ യത്തക്കല്ല കലീലൻ അല്പം ഒന്ന് തക്കല്ല വറുക്കപ്പെടാൻ വേണ്ടിയാണ് തീയിൽ വെക്കേണ്ടത്. സുമ്മ അലിഫ് ദവാഇർ അൽ ഫുലൈഫിലത്തിൽ ഖദ്റ വത്തമാത്തി വല്ലാഹു ഫൗഖഹ സമകത. സുമ്മ അലിഫ് പിന്നെ ചേർക്കുക ദവാഇർ അൽ ഫുലൈഫിലത്തിന്റെ അത് ക്യാപ്സിക്കത്തിന്റെ കഷ്ണങ്ങളും അൽ ഖദ്റ പച്ച ക്യാപ്സിക്കത്തിന്റെ കഷ്ണങ്ങൾ വത്തമാത്തിൻ ചുവന്ന തക്കാളിയുടെ കഷ്ണങ്ങളും വല്ലാഹു ഫൗഖഹ സമക എന്നിട്ട് അതിന്റെ മേലെ മീനും വെക്കുക. എണ്ണയിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് മീനും ഇടുക. സുമ്മ കും ബി ഖൽത്തി മഅജൂനി ത്വആമി വൽ കമൂനി പിന്നെ മഅജൂന് ത്വആം മഅജൂന് തമാത്തിം തക്കാളി സോസ് എന്ത് ചെയ്യുക മിക്സ് ചെയ്യുക. വൽ കമൂൻ എന്തുമായിട്ട് കമൂനുമായിട്ട്. കമൂൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ജീരകം അല്ലെ. വൽ കുറുക്കും മഞ്ഞൾ ഇതൊക്കെ മിക്സ് ചെയ്യുക. അതുമാത്രമല്ല വൽ ബഖ്ദൂനസ് മഫ്റൂം അരിഞ്ഞിട്ട മല്ലിയില വഅസീർ ലൈമൂൻ ചെറുനാരങ്ങ നീര് വൽ മിൽഹ് ഉപ്പ് കുരുമുളക് ബിക്കൂബി മായിൻ ഒരു കപ്പ് വെള്ളവുമായിട്ട് അതായത് മറ്റുള്ള എല്ലാ ചേരുവയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുക. പിന്നെയോ ഉസ്കുബ് ഹാദൽ ഖലീത്ത ഈ മിശ്രിതം ഇപ്പൊ ഈ മിക്സ് ചെയ്ത സാധനങ്ങളൊക്കെ അല സമക്കത്തി നമ്മുടെ മീനിന്റെ മേലെ ഒഴുകുക. അതായത് ഈ സാധനങ്ങളൊക്കെ വേറൊരു പാത്രത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. ഏതൊക്കെ? ഈ കുമ്പി ഖൽത്തി മഅജൂൻ മുതലുള്ള സാധനങ്ങളൊക്കെ. അതായത് ആദ്യം ഒരു പാത്രത്തിൽ അടുപ്പിൽ വെക്കുക. അതിന് ശേഷം ഇതൊക്കെ മറ്റൊരു പാത്രത്തിൽ നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അടുപ്പിലുള്ള പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് വത്രുക്കിൽ കുല്ല എന്ന ജ്വല നാരിൻ ഹാദിയത്തിന് ഒരു ലോ ഫ്ലെയിമിൽ അതിനെ വെക്കുക പാകമാകാൻ വേണ്ടി. യൻലജ് മീൻസ് പാകമാകുക, അതിന് വേണ്ടി വെക്കുക. എത്ര നേരം? ലി മുദ്ദത്തി 20 ദഖീഖത്തൻ 20 മിനിറ്റ് അവിടെ വെക്കുക. വബഅദ അൻ തൻലജ സമഖതു അങ്ങനെ മീൻ വെന്ത് കഴിഞ്ഞാൽ ലഅഹ ഫി തബഖി തഖ്ദീം അതിനെ ഒരു സെർവിങ് പ്ലേറ്റിൽ വെക്കുക. മഅൽ ഫുൽഫുലി വത്തമാത്തിം ഫുലൈഫിലായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ, ക്യാപ്സിക്കത്തോടെയും തക്കാളിയോടെയും. വഖദ്ദിം തബഖ സമക്കി എന്നിട്ട് ഈ മീനിന്റെ പാത്രം സെർവ് ചെയ്യുക. ബിത്തമാത്തിമി വൽ ഫുൽഫുലി പിന്നെ തമാത്തിമി ഫുൽഫുലോടെ അൽ അഖ്ളർ പച്ച ഫുൽഫുലോടെ ഫുലൈഫിലായിരിക്കും. സാഖിനൻ മഅൽ ഖുബ്സി അവ റുസി സാഖിനൻ മഅൽ ഖുബ്സി അവ റുസി ചോറും അല്ലെങ്കിൽ റൊട്ടിയും ഒക്കെ ചേർത്തുകൊണ്ട് നൽകുക. അങ്ങനെ ചെയ്താൽ നല്ല അടിപൊളി ഫുൽഫുൽ എന്താണ് ടൊമാറ്റോ ക്യാപ്സിക്കം മീൻ റെഡി. അടിപൊളി. അത് ഇന്ന് തന്നെ പോയിട്ടുണ്ടാക്കുക. അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. ഇനി അന്നഷാത്ത് നുറാജി അന്നസ നമുക്ക് ഈ നസ് വായിച്ചു നോക്കാം. വനുജിരി നമ്മുടെ പാഠഭാഗം വായിക്കാം. വനുജിരി മുനാക്കശത്തൻ ആമത്തൻ എന്നിട്ടൊരു ചർച്ച സംഘടിപ്പിക്കാം. ഹൗല മൗദൂയ സിഹത്തി വനമത്തുൽ ഹയാത്ത് ആരോഗ്യവും ജീവിതശൈലിയും എന്ന വിഷയത്തിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുക. ചർച്ച ചെയ്തോളൂ. ഇനി നുതർജിമുൽ ഫിക്രത്തുൽ അറബി ഇത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കാം. ഹെൽത്ത് ഈസ് വൺ ഓഫ് ദ ഗ്രേസസ് ഓഫ് ഗോഡ് ആരോഗ്യം അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അസ്സിഹത്തു ആരോഗ്യം മിൻ നിഅമില്ലാഹി അസ്സ വജല്ല ഗ്രേസ് ഓഫ് ദ ഗോഡ് ദ ഓൾമൈറ്റി എന്നുള്ളതിന് അസ്സ വജല്ല അല്ലെങ്കിൽ തആല അങ്ങനെ ഏതെങ്കിലും വാക്ക് വെച്ചാൽ മതി. അള്ളാഹു തആലയുടെ ഒരു അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണിത്. എവരി വൺ ഓഫ് അസ് മസ്റ്റ് എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹിം നമ്മളെ ഓരോരുത്തരും അവന് നന്ദി ചെയ്യണം. വയജിബു അല കുല്ലി മിന്ന നമ്മൾ ഓരോരുത്തർക്കും നിർബന്ധമാണ് ശുക്രുഹു അവന് നന്ദി ചെയ്യൽ. ശുക്രുഹു അവന് നന്ദി ചെയ്യൽ. പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എവരി ഇൻഡിവിജ്വൽ ആരോഗ്യ സംരക്ഷണം ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. ഹിമായത്തു സിഹത്തി പ്രൊട്ടക്ഷൻ ഓഫ് ദി ഹെൽത്ത് മസ്ഊലിയത്തുൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി കുല്ലി ഫർദിൻ ഓഫ് എവരി ഇൻഡിവിജ്വൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഓരോ വ്യക്തിയുടെയും നിർബന്ധമാണ്, ഉത്തരവാദിത്തമാണ്. ലിക്കർ ആൻഡ് നാർക്കോട്ടിക്സ് ആർ ദ എനിമീസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് മദ്യവും മയക്കുമരുന്നുകളും മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് വ്യക്തികളുടെ ശത്രുക്കളാണ്. അൽ ഖുമൂർ ലിക്കർ വൽ മുഖദ്ദിറാത്ത് നാർക്കോട്ടിക്സ് ആർ എനിമീസ് ഓഫ് അൽ അഫ്രാദ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്. അൽ അഫ്രാദ് മീൻസ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസിൻ്റെ മാത്രമല്ല ഫാമിലീസ് ആൻഡ് സൊസൈറ്റി കുടുംബങ്ങളുടെയും സമൂഹത്തിൻ്റെയും. അൽ അഫ്രാദി വൽ ഉസരി വൽ മുജ്തമഅ
എല്ലാത്തിൻ്റെയും ശത്രുക്കളാണവ. ഓക്കെ, ഇനി നുലാഹുൽ ഫിക്റത്തുൽ ആത്തിയ, താഴെയുള്ള പാരഗ്രാഫ് വായിക്കാമോ. നുമയ്യിസു മിൻഹാൽ മുളാഫ് വൽ മുളാഫ് ഇലൈഹി, എന്നിട്ട് അതിൽ നിന്നും മുളാഫിനെയും മുളാഫുൻ ഇലൈഹിയെയും വേർതിരിക്കാം. കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. ഹാജാത്തുൽ ഇൻസാനി ലിൽ ഗിദാഇ മുഖ്തലിഫത്തുൻ, മനുഷ്യന്റെ ഭക്ഷണത്തോടുള്ള ആവശ്യം വിവിധ തരമാണ്, വ്യത്യസ്തമാണ്. ഹാജാത്തുൽ ഇൻസാനി, മനുഷ്യന്റെ ആവശ്യങ്ങൾ. ഇതാണ് ഇളാഫത്ത് ചെയ്യൽ. ഇളാഫത്ത് ചെയ്യുമ്പോഴാണ് മുലാഫും മുലാഫുൻ ഇലൈഹിയും ഉണ്ടാകുന്നത്. ഇളാഫത്ത് ചെയ്യുക, ഇളാഫത്ത് മീൻസ് ചേർക്കുക, കൂട്ടിച്ചേർക്കുക. അതായത് രണ്ട് പദങ്ങളെ കൂട്ടിച്ചേർക്കുക. ഇവിടെ ഏതൊക്കെ പദങ്ങളെയാണ് കൂട്ടിച്ചേർത്തത്? ഹാജാത്തിനെ ഇൻസാനിലേക്ക് കൂട്ടിച്ചേർത്തു. അപ്പോൾ രണ്ട് വാക്കുകൾ. ഹാജാത്ത് എന്നത് കൂട്ടിച്ചേർക്കുമ്പോൾ കൂട്ടിച്ചേർത്തു മീൻസ് ഇളാഫത്ത് ചെയ്തു. എന്തിനാണ് കൂട്ടിച്ചേർക്കുന്നത്? ഇങ്ങനെ ഇളാഫത്ത് ചെയ്യുന്നത് എന്തിനാണ്? ഡേ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ ഹാജാത്തുൽ ഇൻസാനി എന്ന് കൂട്ടിച്ചേർത്തത്, ഇളാഫത്ത് ചെയ്തത് ഇൻസാനിന്റെ, മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ, ഇളാഫത്ത് ചെയ്ത് കഴിഞ്ഞാൽ, ഹാജാത്ത് എന്ന ഒന്നാമത്തെ പദം മുലാഫാണ്, അൽ ഇൻസാനി എന്ന രണ്ടാമത്തെ പദം മുലാഫുൻ ഇലൈഹിയാണ്. ഓക്കെ, ഒന്നാമത്തത് മുലാഫായിരിക്കും, രണ്ടാമത്തത് മുലാഫുൻ ഇലൈഹി ആയിരിക്കും. അപ്പോൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന അർത്ഥം ലഭിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മുലാഫുൻ ഇലൈഹിയുടെ ഇറാബ് ജറാണ്. ഒരു വാക്കിന്റെ ഇറാബ് ജറാണെങ്കിൽ എന്ത് ചെയ്യണം? ആ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകണം. അതുകൊണ്ടാണ് അൽ ഇൻസാനി എന്ന് പറഞ്ഞത്. ഇനി മുലാഫ് ആണെങ്കിലോ, മുലാഫിന് പ്രത്യേകമായിട്ട് ഒരു ഇറാബില്ല. മുലാഫ് എപ്പോഴും മറ്റെന്തെങ്കിലും ആയിരിക്കും. ഇവിടെ ഹാജാത്ത് എന്ന മുലാഫ് മുബ്തദ ആണ്. എന്തുകൊണ്ടാണ് മുബ്തദായത്? ഈ സെന്റൻസ് തുടങ്ങുന്നത് ഹാജാത്ത് എന്ന ഇസ്മ കൊണ്ടാണ് അല്ലെ. അപ്പോൾ ഒരു സെന്റൻസ് തുടങ്ങുന്ന വാക്ക് ഇസ്മാണെങ്കിൽ ആ ഇസ്മിനാണ് മുബ്തദ എന്ന് പറയുക. അപ്പൊ ഈ ഹാജാത്ത് എന്നത് മുബ്തദ ആണ്. പിന്നെ ആ മുബ്തദന്റെ ശേഷം ഒരു മുലാഫുൻ ഇലൈഹി ചേർത്തു, അൽ ഇൻസാനി എന്ന മുലാഫുൻ ഇലൈഹി ചേർത്തു. അങ്ങനെ ഒരു മുലാഫുൻ ഇലൈഹി ചേർത്തപ്പോൾ ആ ഹാജാത്ത് മുബ്തദയോടൊപ്പം മുലാഫും കൂടെയായി. ഇപ്പോൾ ഹാജാത്ത് എന്ന വാക്ക് മുബ്തദ ആണ്, അതോടൊപ്പം മുലാഫും കൂടെയാണ്. മുബ്തദന്റെ ഇറാബാണ് അതിനുള്ളത്, മുലാഫിന് പ്രത്യേകിച്ചൊരു ഇറാബില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുലാഫിന് അലിഫ്ലാമോ തൻവീനോ ഇടാൻ പാടില്ല. ഹാജാത്തൂന് അലിഫ്ലാമും തൻവീനും കാണുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ മുലാഫിന് അത് രണ്ടും പാടില്ല. മറ്റേതൊരു വാക്കാണെങ്കിലും മറ്റേതൊരു ഇസ്മാണെങ്കിലും അതിനൊന്നുകിൽ അലിഫ്ലാം ഉണ്ടാകും, അല്ലെങ്കിൽ തൻവീൻ ഉണ്ടാകും. രണ്ടും ഒരുമിച്ച് വരില്ല, ഏതെങ്കിലും ഒന്ന് നിർബന്ധമാണ്. അപൂർവം ചില സന്ദർഭങ്ങളിൽ രണ്ടും ഉണ്ടാവുകയില്ല. അതിൽപ്പെട്ട ഒരു സന്ദർഭമാണ് മുലാഫായി വരിക എന്നുള്ളത്. ഓക്കെ, ഇനി ഗിദാഉ തുഫൂലത്തി, കുട്ടിക്കാലത്തിലെ ന്റെ അല്ലെങ്കിൽ ലെ എന്നുള്ള അർത്ഥമാണ് മുലാഫിന് കിട്ടുക. അത് ഇളാഫത്ത് ചെയ്യുമ്പോൾ ലഭിക്കുക. ഗിദാഉ തുഫൂലത്തി, കുട്ടിക്കാലത്തിലെ ഭക്ഷണം. അവിടെ ഗിദാ എന്നത് മുലാഫാണ്, തുഫൂലത്തി മുലാഫിൻ ഇലൈഹിയാണ്. യഖ്തലിഫു, വ്യത്യസ്തമാണ്. അൻ അഗ്ദിയത്തിൽ മുറാഹഖത്തി, കൗമാരപ്രായത്തിലെ ഭക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അഗ്ദിയത്തിൽ മുറാഹഖത്തി, കൗമാരത്തിലെ ഭക്ഷണം. അത് അഗ്ദിയത്ത് മുലാഫാണ്, മുറാഹഖത്ത് മുലാഫിൻ ഇലൈഹിയാണ്. അലൈന, നമ്മുടെ മേൽ നിർബന്ധമാണ്. അൻ നംലിക അൻഫുസന, നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യൽ. എന്ത ത്വാമി, ഭക്ഷണത്തിൽ. ഹത്താ ലാ നുക്സിറ, നമ്മൾ അധികരിക്കാതിരിക്കണം. മിൻ കമിയത്തി സുക്കരി വൽ കൊളസ്ട്രോളും ഷുഗറൊന്നും കൂടാതിരിക്കണം. ഫി അജ്സാദിന, നമ്മുടെ ശരീരങ്ങളിൽ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ മുലാഫ് ഇവിടെയും മുലാഫിൻ ഇലൈഹി ഇവിടെയും എഴുതുക. ഇനി അതോടെ ഈ പാഠം കഴിഞ്ഞു.